ഗൈസ്, അപ്പം ഇന്നാണ് 28 ഓണം. ഓക്കെ, ബാഗിലൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. സോ നമ്മൾ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതെ എല്ലാരും ഉണ്ട്. ഓണാണ്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം ഒരു പരിപാടിക്ക് കയറി. അപ്പം അത് വലിയൊരു രസമില്ല, ഭയങ്കര ക്രൗഡ്. നമുക്ക് അടുത്ത പരിപാടി ചെന്നിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം കൂടെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാം. ഓക്കെ ഗൈസ്, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് കാണുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ നമ്മൾ വേറെ രീതിയിലൊന്നും വലിയ ക്ലിപ്പുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. സോ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കാണുന്ന 28 ഓണം, അതാണ് ഈ വീഡിയോ. ഓക്കെ, ഇത് 53 നമ്പർ കാണാം. ആ നവന്മാരിട്ടേക്കുന്ന ബ്ലാക്കാ. ഇതും ക്രെയിനാ. എത്ര നമ്പരാ? ഇതും ക്രെയിൻ വെച്ചാണ്. ഇത് 23 നമ്പർ കാള. 23 നമ്പർ കാള. ഇതും ക്രെയിൻ വെച്ച പിടി. ആ അത് റോഡിന് ചരിവായിരിക്കും. അമ്പലത്തേക്ക് വഴി ഇതിന് ചെറിയൊരു ചരിവുണ്ട് ഇതിന്. അത് റോഡിന്റെ ആയിരിക്കും. ഒരു ടയർ പൊങ്ങിയാ നിൽക്കുന്ന ടയറല്ല, ഒരു ചട്ടം. ഇതേത് കാളയാ? ഇവിടെ പഴമൊക്കെ എടുത്തെറിയുന്ന ഇതേതേ പഴം? ഇത് മേമനക്കരയുടെ കാള. ഇത് മേമനക്കരയുടെ. ഇതിന് ക്രൈനൊന്നുമില്ല. പിള്ളേരൊക്കെ വലിക്കുന്നുണ്ടോ? എന്തോ ഒരു ചെറിയ പ്രശ്നം. കാള പോയതിന്റെ ഇതാണ് ഈ കാണുന്ന. ഇതൊരു കാളയാ, പ്രജാപതി. ഇതേ ഒരു കാള, ഒറ്റ കാള. അടുത്ത കാള. നമ്പർ കാണാൻ വയ്യല്ലോ. ഇതിലൊക്കെ ചിലതിനൊക്കെ നമ്പർ വെച്ചിട്ടുണ്ട്, ചിലതിനെ കാണുന്ന രീതിയിലല്ല നമ്പർ വെച്ചേക്കുന്നത്. അതെ, ഇവിടുത്തെ എല്ലാ നാട്ടുകാരും ഉണ്ട് ഇവിടെ പിടിക്കാൻ. ഇവിടെ റെസ്റ്റ് അടിക്കുന്ന അവരുടെ ഇവിടെ പലതരം കാഴ്ചകൾ, പലതരം കാളകൾ, പല രീതിയിലുള്ള കാളകൾ. ഇതൊരു വൈബായി. പഴം കൊടുക്കുന്നത് അത് 38 നമ്പർ കാള. 38 അല്ല കേസ്, ഒരു 38 അല്ല, 38 ചെറിയ സംഖ്യയാണ്. 100, 110 കാളയൊക്കെ ഉണ്ട്. തേരുണ്ട് കണ്ടോ, തേരിൻ്റെ കൂടെ തന്നെ കാള. ഓരോ കര അല്ലെങ്കിൽ ഓരോ വീടുകാർ വരെയാണ് കാള ഇറക്കുന്നത്. ശിഖരളം ഇത് 61 നമ്പർ കാള. മുമ്പേ കണ്ട 30 അടി, ഇത് 61 നമ്പർ കാള. ഇവിടെ പ്രായമൊന്നൊരു പ്രശ്നമേ അല്ല. വെള്ളാരോട് വലിയവരും നമ്മുടെ കാലവരവൻ അവിടെ എത്തുള്ളൂ. നമ്മൾ രാവിലെ ക്ലിപ്പ് കാണിച്ചല്ലോ, രാവിലെ അവിടെ എത്തിയുള്ളൂ, ഇപ്പം ഇവിടെ എത്തിയുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നോക്കൂ, പള്ളിയുടെ ഫ്രണ്ടിലൂടെ, പള്ളിയുടെ സൈഡിലാണ് അമ്പലം. ഇതൊരു വേറെ ലെവല് സീനാണ്.
പള്ളിയുടെ ഫ്രണ്ടിൽ നിർത്തും കുറച്ച് നേരം, എന്നിട്ട് എടുക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ കാലഭൈരവൻ. അതേ അവിടെ കൂടെ സൈഡിൽ കൂടെ ഒരെണ്ണം വരുന്നുണ്ട്. ആ സൈഡിൽ നിന്നുണ്ട്, ഈ സൈഡിൽ നിന്നുണ്ട്, ഈ സൈഡിൽ നിന്നുണ്ട്, എല്ലാ സൈഡിൽ നിന്നും വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിലും ഉണ്ട് കേട്ടോ. ഏതാ വ്യൂ അയ്യോ, നോക്ക് നോക്ക്, ആ ഫ്രെയിം നോക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ആംബുലൻസ്. കാലഭൈരവൻ നമ്മൾ അന്ന് കാണിച്ചപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല. ഫുൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതേ പ്രത്യേക ചട്ടം വരെ വെച്ചപ്പോൾ ഉണ്ട് ഇതിന്. ഓൾറെഡി 2 ചട്ടം ഉണ്ട് ഇല്ലേ? ആ 2 ഒരു ചട്ടം പൊട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. അതാണെന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സ്ട്രാ ചട്ടം ഉണ്ട്. ചട്ടം പൊട്ടിയെന്ന് തോന്നടാ. ആ അതായിരിക്കും ശരിയാക്കൊണ്ട്. ചട്ടത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റി അപ്പം തന്നെ അവർ മാറും കണ്ടോ. ഓൾറെഡി തളിയുടെ മണ്ടി കൂടെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി അപ്പം തന്നെ അവർ ക്ലിയർ ചെയ്യുന്നുണ്ടത്. എന്തോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചട്ടം ഒന്ന് മാറിക്കൊണ്ടിരിക്കും. ഒരു ചട്ടം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 136ാമത്തെ കാളയത്, 136ാമത്തെ കാളയത്. ഇത് ഇത്ര സൈസ് ഉണ്ടായിട്ട് 136. അപ്പോൾ ഇതിൽ താന്ന് വരുമ്പോൾ ഇനിയും നമ്പർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തോരം കാളാണ് നനച്ചു നോക്കിയേ. ഇതാണ് ഓച്ചിറ അമ്പലം. ഓൾമോസ്റ്റ് കുറേ എണ്ണം കയറിയിട്ടുണ്ട് അവിടെ. കാലഭൈരവൻ ഇപ്പം കയറും. ഇതാണ് 7ാം നമ്പർ കാള. 7ാം നമ്പർ കാളയുടെ പൊക്കത്തിന് ഇത്രയും. ബാക്കി ഇങ്ങനെ ഓരോന്നോരോന്ന് അവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ കാളയ്ക്കും. അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റും. 1ഉം 2ഉം ഒക്കെ അവിടെ ആയിരിക്കും. ബാക്കിയെല്ലാം ഇങ്ങനെ നിരത്തി വിട്ടേക്കും. അത് നമുക്ക് അടുത്ത ദിവസം കാണിക്കാം. നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം ഇവിടെ ക്രൗഡും കുറയും. ഇവിടെ ഫുൾ നിരത്തിയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഡ്രോണൊക്കെ പോകുന്നുണ്ടോ? ഓരോ കാളയും കയറി തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ കാള നിരന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഓരോ സ്ഥലത്ത് ഓരോ നമ്പർ എഴുതിയപ്പോണ്ട്. ഇവിടെ 54 കേട്ടോ. ഓക്കെ, അവിടെ ഇവിടെ എല്ലാം എഴുതിയപ്പോണ്ട്. അവിടെ എല്ലാം വന്ന് നിരക്കും. ഓരോ കാളയും അവിടെ വന്ന് നിരക്കും. ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും ഇതെല്ലാം ഇട്ടേക്കുന്നതാണ് രസം. ഇപ്പൊ നമുക്ക് ഫുൾ ക്രൗഡ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അമ്പലം, ഓച്ചിറ അമ്പലമാണത്. പക്ഷെ അമ്പലത്തിൽ കുളം, ഇതിന്റെ ബാക്കിലെ കുളം. ഇതൊരു കാര്യം. ഇത് 50ാം നമ്പർ കാള. ഇത് അപ്പോൾ 49. അങ്ങനെ ഓരോ നമ്പരും അനുസരിച്ചാണ് വിട്ടേക്കുന്നത്. ചില കാളയൊക്കെ ഇന്ന് തന്നെ അഴിച്ചുകൊണ്ട് പോകും. ചില റെന്റിനെടുത്ത് അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത്. അപ്പം അങ്ങനെയുള്ളതെല്ലാം ഇന്ന് തന്നെ എടുത്തുകൊണ്ട് പോകും. അല്ലാത്തൊക്കെ ഇവിടെ തന്നെ കിടക്കും. ഒരാഴ്ചയൊക്കെ കിടക്കും ഇവിടെ. അപ്പോൾ വന്ന് കാണേണ്ടവർക്കൊക്കെ വന്ന് കാണാം. വലുതൊക്കെ ഇവിടെ എന്തായാലും കിടക്കും. വലുത് 1-2 ആഴ്ചയൊക്കെ ഇവിടെ കിടക്കും വലുത്. ഇത് 44ാം നമ്പർ കാള. വള്ളിക്കാവ് കൊമ്പൻ. വള്ളിക്കാവിൽ നിന്ന് വരെ ഇവിടുന്ന് ഓച്ചിറന്ന് വള്ളിക്കാവ് അത്രയും നല്ല ദൂരമുണ്ട്. അവിടുന്ന് വരെയാണ് കാള വന്നേക്കുന്നത്. രാവിലെ തന്നെ കാലഭൈരവനെ 10 മണിയാകുമ്പോൾ തന്നെ പിടിച്ചു തുടങ്ങി. അപ്പോൾ തന്നെ ബാക്കി ഞങ്ങൾ ആ റോട്ടിൽ കൂടെ വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കാളയെല്ലാം അവിടുന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അമ്പലക്കുളം. ഇല്ല, ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി ക്വാളിറ്റിയാണ് ഒരു സീൻ. ഇതുണ്ടോ, ഇവിടെ കാളയുണ്ട്. ഇത് മറ്റേ ഒത്തിരി സ്കൂളിൻ്റെ അടുത്താ. അവിടുന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ടുണ്ട് ഇപ്പുറത്ത് കയറാൻ. ഇതിലെ കൂടെ ഒന്നും കയറാൻ പറ്റത്തില്ല. അങ്ങനെ കറങ്ങി വന്ന് നടക്കുന്ന കാള ഇതല്ല. ആണ് ഓംകാരത്തിന് ഫ്രണ്ട് കണ്ട ഇഷ്ടം പോലെ കാള ഇവിടെ മൊത്തം ഇട്ടേക്കുന്നത്. കാളയോട് കാള. ഇവിടെ എത്ര നമ്പർ കാളയായിട്ട് ഇരുന്നേ നോക്കട്ടെ. ഇവിടെ 88ാമത്തെ കാള. ഇവിടെ 88. അങ്ങനെ തെറ്റ് ചെയ്യണം. എല്ലാം ഇവിടെ വരും. എല്ലാം കറങ്ങിനകത്ത് വരും. ഇത് 5ാം നമ്പർ കാളാണ്. 5ാം നമ്പർ കാള. അയ്യോ ദേ വരുന്നേ.
രാത്രിയായിട്ടൊന്നും കാണാൻ പോലും വയ്യ, പിന്നെ സൗണ്ടും ഇല്ല. ഇത് എത്ര നമ്പർ? എല്ലാം ഗ്രൈൻ ഉണ്ട്. ഗ്രൈനിൽ ഒരു കാളയൊന്നും പിടിക്കുന്നില്ല, വയ്യാന്ന് തോന്നുന്നു പിടിക്കുന്നു. ഇതിപ്പോ എത്ര നമ്പർ കാളയെന്ന് അറിയത്തില്ല. കാലമാണ് ചട്ടം കയറിയ തീർന്ന്, ഇത്ര വെയിറ്റ് തന്നെ റോഡ് വരെ താഴ്ന്നു. ഇതെല്ലാം ക്രെയിനാ. അടുത്ത ക്രെയിൻ വെച്ചാ പിടിക്കുന്ന എല്ലാം. കുഞ്ഞു കാള. പിള്ളേരൊക്കെ അടിച്ചാ ഡാൻസ് കളി. ഡോള് ചൂടാക്കുവാണ്. അതോടെ ചൂടാക്കിയാലേ കുറച്ചുകൂടെ സൗണ്ട് വരത്തുള്ളൂ, അതുകൊണ്ട് അവർ ചൂടാക്കുവാണ്. കാള നീക്കുവാണ്, ക്രെയിൻ വെച്ച് പൊക്കിയെടുത്താ നീക്കുന്നത്. ഇതാണ് ക്രെയിൻ്റെ ഒരു ഗുണം. ട്രെയിനില്ലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊക്കി മാറ്റുക, ക്രെയിൻ വെച്ച് പൊക്കി മാറ്റുക. പൊക്കി മാറ്റുക. ഒരു അപകടം ഒഴിവാകാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഒരു അപകടം പിടിക്കണം, അന്ത്യശനം മുന്നോട്ട് പിടിച്ചേ പറ്റത്തുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിങ്ങൾ പാലിക്കുക, പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിങ്ങൾ കേൾക്കുക. എല്ലാരും കുഴഞ്ഞ് റെസ്റ്റ് എടുക്കുക. ആ കാളോട് വന്നേ, ആ കാളയ്ക്ക് ഇച്ചിരി പാട് പിടിക്കുക. മുമ്പേ നമ്മൾ വന്നപ്പോൾ ഒരു ചെറിയ കാള ഉണ്ടല്ലോ, ആ കാള ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇപ്പോഴും വലിയ അനക്കൊന്നുമില്ല. ഇവരുടെ കൂടെ വന്ന് കാളയത്, അതുകൊണ്ട് ഇവരങ്ങ് പോവാത്ത. ബാക്കി പിന്നെ അടുത്ത ആൾ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, എന്നിട്ട് പിടിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കാളങ്ങളെ പുറകെ വരണം, അതുകൊണ്ടായിരിക്കും. ഫുൾ തിരക്കും ചൂടുവാ. പയ്യനൊക്കെ വിയർത്ത് ഒലിച്ച്. എല്ലാരും കൂടെ ഉണ്ടല്ലേ, ഒച്ചറല്ല, കൊല്ലം, കരുനാഗപ്പള്ളി, ആലപ്പുഴ, എല്ലാരും ആലപ്പുഴക്കാരും ഉണ്ട്. അവിടെ എന്തോ പ്രശ്നമുണ്ട്. മൊത്തത്തിലുള്ള വണ്ണം കൂടി കാണും. കാരണം 2 ചട്ടം ഉണ്ടോ അതിന്. ഇത് സ്റ്റക്കായി പോയി, ഇത് പുറകെ കിടക്കുന്ന എല്ലാം തീർന്നു. ഇത് എവിടെ ഒതുക്കാനാ? ഇവിടെ കാണാൻ കൊണ്ടുപോയി, ഇവിടെ കൊണ്ട് അവിടെ നിന്ന് വരണ്ടായോ ഒതുക്കാൻ? അല്ലേ ബാക്കിൽ ആണ്. ഇതാണ് ഓരോരോ പ്രശ്നങ്ങൾ, ഈ നീളവും വണ്ണം കൂടിയുള്ള പ്രശ്നം. മത്സരമാണ്, അതാണ് പ്രശ്നം. ഈ ക്രെയിനില്ലാതെ എന്ത് ഇതിനല്ലേ? മനുഷ്യർ ഓരോരുത്തരും അനങ്ങുന്ന പോലും ഇല്ല, മൊത്തം ക്രെയിനാ കൺട്രോൾ ചെയ്യുന്നത്. മനുഷ്യനില്ല, മനുഷ്യന്റെ ഒരു പവറും ഇല്ല ഇതിനകത്ത്. കെട്ടാൻ മാത്രം മനുഷ്യൻ. അതും ക്രെയിൻ, അതിന്റെ ഫ്രണ്ട് ക്രെയിൻ ഉണ്ട്. ഇതും ക്രെയിൻ ഉപയോഗിച്ച് തന്നെ പൊക്കുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞില്ല, കരുനാഗപ്പള്ളിയുള്ള അല്ലെ കൊല്ലം, കരുനാഗപ്പള്ളി, ആലപ്പുഴയുള്ള എല്ലാവരും ഉണ്ട്. എത്ര പേരെ കണ്ടെന്നറിയോ? പണ്ട് പഠിച്ചത്, ഇപ്പൊ പഠിക്കുന്നത്, ഇപ്പൊ പഠിപ്പിക്കുന്നത്, എല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. കാളെ പിടിക്കാൻ പോവാണ്. ഈ കാളെ പിടിക്കാനുള്ള ഒരു അവസരം കിട്ടി. നമ്മളിത് പൊളിക്കും. എല്ലാരും കൊണ്ട് പിടിക്കാൻ കാളെ പിടിക്കുന്നു. അയ്യോ തീർന്നടാ, വഴി തീർന്നടാ, നടക്കടാ വന്ന് കാളെ ഇടിച്ചാ ഓടാ. നമ്മളാ പിടിക്കുന്ന വൈബ് നിർത്തിയാ. കാളെ പൊക്കി മാറ്റുന്നു. കാളെ പൊക്കി മാറ്റുന്നു. ബാക്കിൽ നിന്നൊന്ന് പൊക്കി വരുന്ന, ബാക്കിൽ നിന്ന് പൊക്കി മാറ്റുക. അതൊക്കെ ഫുൾ മാൻ പവർ മാത്രം ഉണ്ടെന്ന് കാണാം. പൊക്കി മാറ്റി മുമ്പോട്ട് സിമ്പിളൈസ് കണ്ടോ? കുറേ പേരുണ്ട് നമ്മുടെ ഇവിടെ പിടിക്കാൻ കേട്ടാ. ചുമ്മാ പിടിച്ചാൽ മതി. ഓക്കെ, ഞാൻ അവർ പിടിച്ചോളും. ഓക്കെ.
ഞാൻ പറഞ്ഞ ഇവിടെ പ്രായ ഒരു പ്രശ്നമില്ല. നോക്ക് കണ്ടോ, എല്ലാരും ഉണ്ട് ഇവിടെ പിടിക്കാൻ. കാളെ ഇപ്പൊ അനക്കും. കാളെ അവിടെ പറഞ്ഞോണ്ടിരിക്കുക. അവിടുന്ന് ആ പുള്ളി ഡയറക്ഷൻ കൊടുക്കുന്നത്. ആ പുള്ളി പറയുന്നതനുസരിച്ചാണ് കാള പോകുന്നത്. ഇവിടെ പ്രായ ഒരു പ്രശ്നമല്ല. അവിടെ ഒരു പുള്ളി കിടന്നൊക്കെ വലിക്കുന്നു. ഇതാരുടെ ഇത് കിടന്നൊക്കെ വലിക്കുന്നു. ഇതൊക്കെ ഇവിടെ സാധാരണ. ഒരു പുള്ളി അവിടെ കിടന്ന് വലിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വൈബ്. എന്റെ അമ്മോ, ഇതാണ് ഇവിടുത്തെ വൈബ്. എന്റെ അമ്മ ബെൽറ്റ് എല്ലാം വൈബാ കഴിച്ചു. ഇവിടെ വയസ്സൊരു ഒരു പ്രായം ഒരു പ്രശ്നമല്ല ഇവിടെ. അതാണ് ഓണാട്ടുകാരുടെ പ്രത്യേകത. ഇങ്ങനെ നീക്കുക. ഇതൊക്കെ മാൻ പവറിലോടുന്നു. എവിടെ നീക്കി വിടുക. ഇതേതാ ആൾക്കാരനായോ? ആളായോ? ട്രെയിനൊന്നുമില്ല. ഇതൊക്കെ തന്നെ ഓടുന്ന കാളയാ. കാള വീരഭദ്ര. പ്രശ്നം എല്ലാടെ പിടിച്ചു കഴിയുമ്പോഴേ എല്ലാം ഇങ്ങ് വരും. എവിടുന്നാണ് നമ്മൾ പിടിക്കാൻ തുടങ്ങി? ഇപ്പൊ എവിടെ എത്തി? ഇതാ പ്രശ്നം. എല്ലാടെ പിടിക്കുമ്പോ എല്ലാം ഇങ്ങ് പോയി. പൊക്കി നീക്കുക. ഇവിടെ ബജി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബജിയൊക്കെ വന്നിട്ട് കഴിച്ചിട്ടോ. ബജി ഇല്ലെന്ന് തോന്നുന്നു. വെജ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാം കുറെ എണ്ണം കയറി. ഇനിയും കയറാറുണ്ട്. കുറെ കയറാറുണ്ട്. കാലപേരിനകത്ത് കയറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കാളെല്ലാം വന്നിട്ടുണ്ട്. ഇനി വരും. കുറേ എണ്ണം നമ്മൾ പറഞ്ഞു ആ വഴി കിടക്ക് കുറേ എണ്ണം. ഇതിൻ്റെ പുറയിലും കുറേ ഉണ്ട്. അതെല്ലാം ഇനി പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കാള ഇങ്ങനെ കറങ്ങി വേണം ഇത് ഇവിടോട്ട് വരാൻ. അതിൻ്റെ ലാഗ. ഇനി ഇത് കുറച്ചുകൂടെ പിടിച്ച് വെള്ളോട്ടിടും. അത്രേ ഉള്ളൂ. ഇതിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. ഇത് ഈ ഒരു സൈഡിൽ ഒതുക്കി ഇടത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം പക്ഷേ നമ്പർ അനുസരിച്ച് ഓരോ സ്ഥലത്തിടും. ക്രെയിനൊക്കെ ഉണ്ട്. വലിയ ക്രെയിനായിരുന്നു. അപ്പുറത്തൊരു കാള വന്ന് കിടപ്പുണ്ട്. ഇതിന് കുറേ കാളയിൽ ബാക്കിലുണ്ട്. അതെല്ലാം ഞാൻ കയറണം. ഇതൊക്കെ കണ്ടോ കുഞ്ഞു കാള. കുഞ്ഞ ഇങ്ങനത്തെ പരിപാടി ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ആനപ്പിടിയാ എന്തുവാണ് കാണിക്കുന്നത്?
നമ്മുടെ നമ്പർ 2 ഓൾമോസ്റ്റ് എൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഓണാട്ടുകര കതിരവൻ അല്ലെങ്കിൽ മാമര കന്നൽ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയില്ലായിരുന്നോ, ആ കാളയാണിത്. അതിൻ്റെ ട്രെയിൻ ഉപയോഗിച്ച് നോക്കുന്നത്. ഇതിന് അത്യാവശ്യം പൊക്കമുണ്ട്. ഓണാട്ടുകര കതിരവൻ ഇതിന് മറ്റേ അത്രയും പൊക്കം തന്നെ ഉണ്ട്. ഇതിന്റെ ബാക്കിൽ ഇഷ്ടംപോലെ ഇടപെട്ട് കാണാം കേട്ടോ. കതിരവന്റെ ബാക്ക് ഈ കുഞ്ഞു കുഞ്ഞു കാളെല്ലാം കുറെ ബാക്കിലുണ്ട്. അതുപോലെ NH അതിൻ്റെ കൂടെ ഉള്ള ഇത് ഇനി ഒരെണ്ണം അവിടെ ഉണ്ട്, കയറാനുണ്ട്. ഇനി അതുകൂടെ അല്ലല്ല ഇനിയും ഉണ്ട് ബാക്ക് ഇഷ്ടംപോലെ. അവിടെ ലൈറ്റ് കാണുന്നുണ്ടോ? ഓൾമോസ്റ്റ് അടുത്തെത്തി. ഇവിടെ നിന്ന് കയറി അങ്ങോട്ട് പോകണം. ഓക്കെ, അവിടെ ലൈറ്റ് കാണുന്നുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെ ഇവിടെ നിൽക്കുന്നില്ല, പോവാണ്. ഇത് വയനായം കാള. അത് വരാൻ വേണ്ടി അവിടെ കമ്പി തട്ടി നിൽക്കുക, ലൈൻ കമ്പിയിൽ. ഞാൻ അതൊന്ന് ഊരിട്ടേ ഇത് കയറത്തുള്ളൂ, അല്ലെങ്കിൽ ചരിച്ച് പറഞ്ഞായിരുന്നു. അവർ വന്നത് ഇച്ചിരി ഇതായിപ്പോയി. ഇനി ഇത് അഴിക്കണം, അല്ലെങ്കിൽ പൊക്കി ചിലപ്പോൾ പൊക്കും നോക്കാം, ചിലപ്പോൾ നോക്കും, അല്ലെങ്കിൽ നേരെ സൈഡിൽ കൂടെ എടുക്കും. ബാക്കിയുള്ള സൈഡിൽ കൂടെ അതൊന്ന് വന്ന് ഇത് കെട്ടിയേക്കുന്നു കണ്ടോ, കുറച്ച് അടുപ്പിച്ച കെട്ടിയേക്കുന്നു. ട്രെയിനൊക്കെ നിർത്തിയിട്ട് ഇനി ഇത് അഴിക്കാൻ മിക്കവാറും പോകാൻ പറ്റത്തില്ല. ചിലപ്പം സൈഡിൽ കൂടെ ചേർത്ത് എടുക്കും, അല്ലെങ്കിൽ ഇത് അഴിക്കും. ഇത് 3-ാം നമ്പർ കാളയാ. 1 കാലഭൈരവൻ, 2 കൈതിരവൻ, 3 വയനായം കാള. പക്ഷേ ഇത്രയും പൊക്കമുണ്ട്. ഇത്രയും പൊക്കത്തിൻ്റെ അന്നൊന്ന് ലൈൻ തട്ടിയത്. ബാക്കിയൊന്നും ഈ വഴി ഇത്രയും വന്നിട്ട് തട്ടിയില്ല. അതൊന്നും ഈ ലൈൻ ഇത്ര നേരം അഴിക്കാൻ ഇത് വന്നപ്പോൾ പക്ഷേ ലൈനിൽ തട്ടി. അപ്പം ഞങ്ങളിത് വീടെത്തി. കുറേ കാളുകൾ കയറാനുണ്ട്, കണ്ടല്ലോ. പിന്നെ ഭയങ്കര കഴിഞ്ഞോട്ടത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ്, എന്നാലും ഭയങ്കര ചൂടും കാര്യങ്ങളും, ഫുൾ തിരക്കും കാര്യങ്ങളും. ഓക്കെ, ഇനി കുറേ കാളുകൾ കയറാനുണ്ട്. ഓക്കെ, അപ്പം നാളെയോ മറ്റന്നാളോ എല്ലാം പോയിട്ട് ഫുൾ മൊത്തത്തിൽ കിടക്കുന്ന കാണിച്ചു തരാം. ഇപ്പം ജസ്റ്റ് 28 എല്ലായിടത്തും നടന്നു കണ്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ സമയം 10 മണി. ഞങ്ങളൊരു 5 മണി കഴിഞ്ഞപ്പോഴാണ് ചെന്ന്. 5 തൊട്ട് ഇത്ര സമയം നിന്ന്. ഇനി നിന്ന് കഴിഞ്ഞാൽ അവിടെ കയറുന്നത് കാണാം, അല്ലാതെ അവിടെ ഫുൾ കിടക്കുന്നത് കാണാൻ പറ്റത്തില്ല. അത് വെട്ടമുള്ള സമയത്ത് പോകും, അതായിരിക്കും കുറച്ച് നല്ലത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പുറത്തുള്ള കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ. Yeah, everybody knows I ain't faking now. Everybody knows my heart's faking now. Yeah, she hates me now, I made mistakes but now I don't ever wanna be alone. I don't really ever feel at home on my own.